ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് വൈറ്റമിൻ ഡിയുടെ കുറച്ച് ഇമ്പോർട്ടൻസും. ഇന്ന് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് കഴിക്കുന്നവർ വളരെ കൂടുതലാണ്. അതായത് കഴിക്കാത്തവർ വളരെ ചുരുക്കമാണ്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും സ്വന്തമായിട്ടും നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ പോയി മേടിക്കുന്ന ഒരു ടെൻഡൻസി ഇന്ന് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് കഴിക്കുന്നവരിൽ പലവരിലും കിഡ്നി സ്റ്റോൺ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടറീസിലെ കാൽസിഫിക്കേഷൻ കണ്ടുവരുന്നുണ്ട്. പിന്നെ പലരും വൈറ്റമിൻ ഡി എടുത്തിട്ടും അവരുടെ വൈറ്റമിൻ ഡി ലെവൽ ഉയരുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അപ്പോൾ ആദ്യം നമുക്ക് വൈറ്റമിൻ ഡി നോക്കാം. നമുക്ക് സൺലൈറ്റിൽ നിന്നും ഫുഡിൽ നിന്നൊക്കെ കിട്ടുന്ന വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ഫോമാണ്. അത് ലിവറിലും കിഡ്നിയിലും ചെന്നിട്ടാണ് ആക്റ്റീവ് ഫോമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ആക്റ്റീവ് ഫോമായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കിഡ്നിക്കും ലിവറിനും മാഗ്നീഷ്യത്തിന് വളരെ അത്യാവശ്യമാണ്. മാഗ്നീഷ്യം ഇല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഡിനെ ഇനാക്റ്റീവ് ഫോമിൽ നിന്ന് ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ആക്റ്റീവ് ഫോമുള്ള വൈറ്റമിൻ ഡിക്ക് മാത്രമാണ് നമ്മുടെ ഗട്ടിൽ നിന്നും കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്തിട്ട് അത് ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം മാഗ്നീഷ്യം ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലവരിൽ ബോൺ പെയിനും ബോൺ വീക്ക്നെസ്സും കണ്ടുവരുന്നു. അപ്പോൾ മാഗ്നീഷ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വൈറ്റമിൻ ഡി എടുക്കുന്ന സമയത്ത്. ഇനി ഇപ്പോൾ മാഗ്നീഷ്യം ഡെഫിഷ്യൻസി ഇല്ല, നമുക്ക് വൈറ്റമിൻ ഡി കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും നമ്മൾ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വൈറ്റമിൻ ഡി കാൽഷ്യത്തിൻ്റെ അളവ് ബ്ലഡിൽ വർദ്ധിപ്പിച്ചു. പക്ഷേ ഈ കാൽഷ്യം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് വൈറ്റമിൻ ഡി അല്ല, വൈറ്റമിൻ K2 ആണ്. വൈറ്റമിൻ K2 ആണ് ഈ കാൽഷ്യത്തിനെ ബോണിലേക്കും ടീത്തിലേക്കും അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ K2ൻ്റെ ഡെഫിഷ്യൻസി മൂലം എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ കാൽഷ്യം എന്ന് പറയുന്നത് ആർട്ടറീസിലും അതുപോലെ കിഡ്നിയിലും അടിഞ്ഞുകൂടും. അങ്ങനെ കിഡ്നി സ്റ്റോണും ആർട്ടറീസിലെ കാൽസിഫിക്കേഷനും ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ മാഗ്നീഷ്യം ആവശ്യമാണ്, വൈറ്റമിൻ ഡി ആവശ്യമാണ്, അതേപോലെ തന്നെ വൈറ്റമിൻ K2 ആവശ്യമാണ്. മാഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ ഡിനെ ഇനാക്റ്റീവ് ഫോമിൽ നിന്ന് ആക്റ്റീവ് ഫോമാക്കി കൺവേർട്ട് ചെയ്യും. പിന്നെ ഈ വൈറ്റമിൻ ഡി എന്ത് ചെയ്യും? നമ്മുടെ കാൽഷ്യത്തിൻ്റെ ലെവല് ബ്ലഡിൽ വർദ്ധിപ്പിക്കും. അങ്ങനെ ഈ കാൽഷ്യം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് വൈറ്റമിൻ K2 ആണ്. അതായത് ബോണിലേക്കും ടീത്തിലേക്കും നമ്മളെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് വൈറ്റമിൻ K2 ആണ്. അല്ലാത്ത പക്ഷം അത് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാക്കുകയും ആർട്ടറീസിലെ കാൽസിഫിക്കേഷൻ ഉണ്ടാക്കാനും ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ മാഗ്നീഷ്യം ധാരാളം അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ പംകിൻ സീഡ്, സ്പിനച്ചിലൊക്കെ മാഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ K2 ധാരാളം അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ നാറ്റോ എന്ന് പറയുന്ന ഒരു ഡിഷ് ഉണ്ട് ജാപ്പനീസ്, അതിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ K2 അടങ്ങിയിരിക്കുന്നത്. പിന്നെ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്, ചീസിലൊക്കെ വൈറ്റമിൻ K2 അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഡെയിലി, അതായത് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.